ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇനി പേഴ്സണലായിട്ടും അല്ലാതെ നേരിട്ടും ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ടുള്ള വേ പ്രോട്ടീൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ വേ പ്രോട്ടീനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ആണ് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. മിക്കവാറും ആൾക്കാർ ചോദിക്കുന്നതാണ്, വേ പ്രോട്ടീൻ അൺനാച്ചുറൽ ആണോ, അല്ലെങ്കിൽ വേ പ്രോട്ടീൻ എടുക്കുന്നത് സേഫ് ആണോ എന്നൊക്കെ ഉള്ളതാണ്. തീർച്ചയായിട്ടും വേ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പാലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് തന്നെയാണ്, അൺനാച്ചുറൽ അല്ല. ചൈനയിൽ മുമ്പ് വേ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വേസ്റ്റ് ആയിട്ട് ഡംപ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ അതിന്റെ ബയോ അവൈലബിലിറ്റി, അതായത് ശരീരത്തിൽ അത് അബ്സോർബ് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് ഒരു ഫുഡിന്റെ ബയോ അവൈലബിലിറ്റി എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് മുട്ടയോടോ അല്ലെങ്കിൽ മുട്ടയെ കാട്ടിയും ബയോ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വേ പ്രോട്ടീൻ. തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയത് കാരണം അത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാക്കില്ല എന്നുള്ളതിൽ സംശയമില്ല. പിന്നീട് സാധാരണയായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വേ പ്രോട്ടീൻ ബോഡി ബിൽഡേഴ്സിന് മാത്രമാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അല്ല. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. പക്ഷെ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരിക്കലും ഒരു റീപ്ലേസ്മെന്റ് അല്ല എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓവറോൾ പ്രോട്ടീൻ ഇൻടേക്കിന്റെ കൂടെ നിങ്ങളുടെ ആ ഒരു പ്രോട്ടീൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് വേ പ്രോട്ടീൻ എന്ന് പറയുന്ന സപ്ലിമെന്റ് ബോഡി ബിൽഡേഴ്സ് മാത്രമല്ല, നിങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഓപ്റ്റിമൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേ പ്രോട്ടീൻ എന്ന് പറയുന്ന സപ്ലിമെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. വേ പ്രോട്ടീൻ കഴിക്കുന്നത് വഴി കിഡ്നി ഡാമേജസ് സംഭവിക്കുമോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് CKD സ്റ്റേജ് 1 സ്റ്റേജ് 2 വരുന്ന പേഷ്യൻസിന് പോലും വേ പ്രോട്ടീനിന്റെ എക്സ്ട്രാക്ട് ആയിട്ടുള്ള പല പ്രോഡക്ട്സും ഡോക്ടേഴ്സ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേ പ്രോട്ടീൻ അല്ല കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ക്രോണിക് കിഡ്നി ഡിസീസസ്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ വഴിയാണ് കിഡ്നി ഡിസീസസ് സംഭവിക്കുന്നത്. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ ആണ്, വേ പ്രോട്ടീൻ എടുക്കുന്ന ആൾക്കാർ കൂടുതൽ വെള്ളം കുടിക്കണോ എന്നുള്ളത്. വെള്ളം കുടിക്കേണ്ടത്, നിങ്ങൾ വേ പ്രോട്ടീൻ എടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് വെള്ളം ഒരു ദിവസം നിങ്ങൾ ഇൻടേക്ക് ചെയ്തിരിക്കണം. അതുകൊണ്ട് വേ പ്രോട്ടീൻ കുടിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വേ പ്രോട്ടീൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കണം എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു ഭക്ഷണ പദാർത്ഥം പോലെയും നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സപ്ലിമെന്റ് ആണ്. വേ പ്രോട്ടീൻ സ്റ്റിറോയിഡ് ആണോ? സ്റ്റിറോയിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനബോളിക് സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിന്തറ്റിക് വേർഷൻ ഓഫ് നിങ്ങളുടെ ടെസ്റ്റോസ്ട്രോണിന്റെ ഡെറിവേറ്റീവ് ആണ്. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടെസ്റ്റോസ്ട്രോണിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതല്ല. വേ പ്രോട്ടീൻ തീർച്ചയായിട്ടും പാലിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വേ പ്രോട്ടീൻ ഒരിക്കലും ഒരു സ്റ്റിറോയിഡ് അല്ല. വേ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുമോ എന്ന് വരെ ആൾക്കാർ സംശയം ചോദിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ എന്താ പറയേണ്ടത്? വേ പ്രോട്ടീൻ തീർച്ചയായിട്ടും പാലിന്റെ എക്സ്ട്രാക്ട് ആയതുകൊണ്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ആ വിധത്തിലുള്ള ഡൗട്ടിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കാം എന്നുള്ളത് തന്നെയാണ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ തീർച്ചയായിട്ടും AFX എന്ന് പറയുന്ന ഫിറ്റ്നസ് ചാനലിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണുന്നത് വരെ